നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ്. രണ്ടുപേരെയും ഒരുപോലെയാണ് കേരളം സ്നേഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മാതൃകയാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഇപ്പോൾ കേരളത്തിലൊരു വിവാദം ചർച്ചയാവുകയാണ്. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പൂജ നടത്തിയത് തെറ്റായിപ്പോയി എന്ന നിലപാട് ആവർത്തിക്കുകയാണ് മതനേതാക്കൾ. കേരളം ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസം മമ്മൂട്ടി ലംഘിച്ചോ? മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പൂജ നടത്താൻ മോഹൻലാലിന് അധികാരമില്ലേ? കേരളം ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് എന്നാണ് പൊതുവേദി ഇന്ന് നോക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബിൽ ഈ വിഷയം ഇട്ടപ്പോൾ തന്നെ ചില കമൻറ്റുകൾ വന്നു തുടങ്ങി. ആദ്യം ബാൽ അഖയാർ പറയുന്നു, കഷ്ടം തന്നെ ലാലേട്ടൻ, മമ്മൂക്ക മാപ്പ് ചോദിക്കുന്നു നിങ്ങളോട്, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഈ മനുഷ്യർക്ക് എന്ന് അദ്ദേഹം പറയുന്നു. ജോബേഷ് ജോയും നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഈ സൗഹാർദ്ദം മനസ്സിലാക്കാൻ ചിലർക്ക് കഴിഞ്ഞില്ല എന്ന ഒരു ആക്ഷേപമാണ് ബാൽ അഖിയാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നോടൊപ്പം ശരത്ത് ചേരുന്നു. ശരത്, ഹലോ, നമസ്കാരം. ശരത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഒരുപാട് പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ ശരത്തിന് എന്ത് തോന്നുന്നു? ഈ വിവാദം കേട്ടപ്പോൾ എന്ത് തോന്നി? ആദ്യം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയും. ഇത് കണ്ടോ എന്നുള്ള പ്രോഗ്രാം വളരെ ആദ്യത്തെ ഞാൻ ഇതിപ്പോ പറയുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, സിനിമയിലൊക്കെ നമ്മൾ മുമ്പ് ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം ഇപ്പൊ അഭിനയിച്ചത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആണ്. ഏറ്റവും അവസാനമാണ് നമ്മൾ അഭിനയിച്ചത്. എനിക്കറിയാം, ശരത്ത് സിനിമാ നടൻ കൂടിയാണ്. എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനതിപ്പോ വീണ്ടും ഓർക്കുകയാണ്. സിനിമയിലെ ഏറ്റവും അവസാനം നമ്മൾ അഭിനയിച്ചു നിർത്തിയത് ലൂസിഫറിലാണ്. അതിനുശേഷം പിന്നെ പോയിട്ടില്ല, ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ അതിനുശേഷമാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, വർഷങ്ങളായിട്ട് പണ്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമ നസീർ സാറും ജയൻ സാറും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന കാലം, അത് കഴിഞ്ഞ് ശേഷം ഒരു തലമുറ വന്നു, ലാലേട്ടനും മമ്മൂട്ടി. ഇവര് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്, അല്ലാതെ ഒരാൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ടൊരു വിവാദം വലിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രൊമോഷൻ എന്ന നിലയ്ക്കാണ് ഇവരിപ്പോ ഇങ്ങനെ ഒരു വിവാദമാക്കിയത് പറയുന്നത്. കാരണം അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സിനിമ റിലീസ് ആകുമ്പോഴും തിയേറ്ററിൽ പോകുന്ന ഏതെല്ലാം ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ജാതിയോ മതമോ എല്ലാം നമുക്ക് പറയാൻ കഴിയൂ. ഇന്ന ആൾക്കാർ മാത്രമേ സിനിമ കാണാൻ പോയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കുറെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. നാരായണൻ നായർ വിളിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ്. ശ്രീ നാരായണൻ നായർ, ഹരിയാനയിൽ ഇരുന്ന് നമ്മുടെ പ്രേക്ഷകർ ഒക്കെ പൊതുവേദി കാണുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ശ്രീ നാരായണൻ നായർ മുമ്പ് എന്നെ ഒരിക്കൽ വിളിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നീട് കുറേ ദിവസം വിളിച്ചില്ല, തിരക്കിൽപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സാറേ, ഞാൻ സാറിനെ വിളിച്ചു, വളരെ തിരക്കും, കാരണം ഇവിടെ ജോലിയുടെ കാര്യം അത് ഇതൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കിട്ടത്തില്ല സാറേ. ഇന്ന് വിളിച്ചപ്പോ കിട്ടി. വളരെ വളരെ സാറിന്റെ ഇത് അവതരണം തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അതും പറയുന്നത്. ശ്രീ നാരായണൻ നായരോട് എനിക്ക് അങ്ങേറ്റത്തെ നന്ദി സ്നേഹമുണ്ട്. കാരണം ഈ വാക്കുകളൊക്കെ എനിക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്, വലിയ ഒരു ആവേശമാണ് നൽകുന്നത്. ഹരിയാനയിൽ നിന്ന് നമ്മളുടെ ഒരു മലയാളി ഇത് കാണുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ആവേശം, അതോടൊപ്പം തന്നെ അത് എന്നെ കൂടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇരട്ടി ആവേശം. അങ്ങനെ ഇരട്ടി മധുരവും കഴിച്ച ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അത്രയൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞു. സാറേ, എനിക്ക് ഇതുപോലൊക്കെയുള്ള ഒരു അനുഭവം, മമ്മൂട്ടി സാർ ഇപ്പൊ ചെയ്യുന്ന അതേ ഓപ്പറേഷൻ 13 വർഷം മുമ്പ് ചെയ്ത ഒരു മനുഷ്യനാണ്. ഇതേപോലെ ഉണ്ടായോ? അതേപോലൊരു ഓപ്പറേഷൻ, ഇതേപോലൊരു ഓപ്പറേഷൻ. അത് എന്റെ ഒരു അനുഭവം ഉണ്ട് സാർ. ഒരു 2-3 മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ വേഗം പറയാം സാറിന് കറക്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രയോജനം ആകട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. കാരണം 2012 ഏപ്രിൽ 18 11 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ ആക്കി. അപ്പൊ എന്റെ ഇതുപോലത്തെ ലാർജിന്റെ പോളിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാർജിന്റെ സ്റ്റെയിൻ എടുത്ത് കളഞ്ഞു, ട്യൂബ് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ 6 മാസം വരെ 1 മിനിറ്റ് പോലും ഉറങ്ങില്ല, രാത്രിയും പകലും. അത്രയ്ക്ക് 40 തവണ വരെ ലൂസ് മോഷൻ ഉണ്ടായി ഒരു ദിവസം.
അപ്പൊ ആ കാലഘട്ടം കഴിഞ്ഞപ്പോ ഞാൻ പിന്നീട് ജീവിച്ചിരിക്കുമെന്നൊരു പ്രതീക്ഷ വന്നില്ല. അപ്പൊ എന്റെ കമ്പനി ജോലി ചെയ്യുന്ന റെയ്സുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഒരു മൗലയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം എന്നെ കിടത്തി കുറച്ചു നേരം എനിക്ക് എന്തൊക്കെയോ എന്നെ ഊതുകയും അങ്ങനെ ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ അദ്ദേഹം ഒരു പള്ളി കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഞാനൊരു ഹിന്ദുവാണ്, സാറിന് അറിയാമല്ലോ, നാരായണനാരുടെ പേര് കേട്ടപ്പോ. അപ്പൊ ആ പള്ളി കൊണ്ടുപോയി. അവിടെ എന്നെ അവരെന്തൊക്കെയോ എനിക്ക് തരുവേ കുറച്ച് പൊടികൾ വന്ന് ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അന്നേരത്തെല്ലാം ഞാൻ ഈ ഡയഫർ ധരിച്ചേക്കോ, കാരണം എനിക്ക് ഇങ്ങനെ ലൂസ് മോഷൻ ആയിക്കൊണ്ടിരിക്കുക, ശരീരത്തിന്റെ വെള്ളം മൊത്തം പോയി. അന്ന് ഞാൻ 90 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഏതാണ്ട് 50 കിലോ വരെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ കമ്പനി അതേ ജോലി ചെയ്യുന്ന ഒരു സാമുൽ തോമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പള്ളി കൊണ്ടുപോയി അവിടെ എന്നെ, ചുരുക്കം പറഞ്ഞാൽ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രാർത്ഥനകളിൽ താങ്കളെ ഉൾപ്പെടുത്തി. എന്നിട്ട് ആ മനുഷ്യനും ഫാമിലിയും കൂടെ വേളാങ്കണ്ണി പോകുമ്പോ അവിടെ ഒരെണ്ണത്തിൽ ആർക്ക് സുഖം എന്ത് വേണം നിങ്ങൾ ആഗ്രഹം എഴുതണമെന്ന് പറഞ്ഞു അവിടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല. അപ്പൊ അങ്ങേക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് അവർ അതിൽ എഴുതിയിട്ടു അല്ലേ? അതെ. അപ്പൊ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമില്ല സാറേ. അപ്പൊ ഇത് ഒരാൾക്ക് ഒരു അപകടം പറ്റി അല്ലെങ്കിൽ അനാരോഗ്യം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു നന്മയെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വലുത് എന്ന് കരുതുന്ന ഒരു ശക്തിയോട് നമ്മൾ ഈ കാര്യം നമ്മൾ പറയുന്നു. മാത്രമല്ല അത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു സുഖം ആശംസിക്കുന്നത് പോലെ ഒരു അനുഭവം കൂടിയാണ്. നമ്മൾ അയാളുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാം ഒരു പക്ഷേ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങ് ഹരിയാനയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്ത് എനിക്കിത് കുറെ കൂടെ കേൾക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഹരിയാനയിലുള്ള നമ്മുടെ മലയാളികൾക്കെല്ലാം ന്യൂസ് 18 പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം കായംകുളത്ത് നിന്ന് ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമുക്കിന്ന് അറിയാലോ കുറേ ആളുകൾ കാത്തു നിൽക്കുന്നു. ചെറിയ വാക്കുകളിൽ മൊയ്തീൻ കുഞ്ഞിന് ഈ വിവാദം എങ്ങനെ വിലയിരുത്താൻ കഴിയും? നമസ്കാരം. മനുഷ്യനാണ് മതങ്ങളെ ഉണ്ടാക്കിയത്, മതങ്ങളല്ല മനുഷ്യരെ സൃഷ്ടിച്ചത്. ഇതെല്ലാം മനുഷ്യന് ഒരു ജീവിത പ്രശ്നം വേണ്ടി മാത്രം സൃഷ്ടിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഏർപ്പാടാ. ഇപ്പം ഒരു അഹിന്ദുവായ ഒരാള് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്ത് പോയാലോ, അല്ലെങ്കിൽ അഹിന്ദുവായ ഒരാള് ക്ഷേത്ര പരിസരത്ത് പോവുകയും ഹിന്ദുക്കള് പള്ളിയുടെ പരിസരത്ത് പോവുകയും അല്ലെങ്കിൽ പള്ളി കയറുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നില്ല. ഈ പറയുന്നത് ഞാനാ ഒരു വലിയ കാര്യം പറയല്ല. ഞാനാ 3 ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടാക്കി കൊടുത്ത, പ്രതിഷ്ഠിക്കാനുള്ള പീഠം ഉണ്ടാക്കി കൊടുത്തു. ഒരു വലിയൊരു ദേവീക്ഷേത്രത്തിൽ ഞാൻ ഉള്ളിലാ കയറി, ശ്രീകോവിലിനുള്ളിൽ കയറി ഇരുന്ന് പണി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 9 മണി കഴിയണം ഞാൻ അവിടെ, എനിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ. എന്നിട്ട് 4 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങി കൊടുക്കണം. ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള കാര്യമായി പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ശ്രീകോവിലിനകത്ത് ഒരു ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. പുറത്ത് നിന്ന് വേണം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യേണ്ടത്. ഇത് എന്റെ ആ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കയറിയത്. അത് എനിക്ക് വേറെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് ആ ഒരു നല്ല അനുഭവം ഉണ്ടായി. അതേപോലെ ഒരു അനുഭവം പലപ്പോഴും ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പെരുന്നാളും ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ആളുകൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിത്രീകരിക്കാൻ ഞങ്ങളും ഇതുപോലെ പള്ളികളിലൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യം കാല് കഴുകാനും കൈ കഴുകാനും ഒക്കെ അവർ പറയും. പിന്നീട് നമുക്കൊരു സ്ഥലം തരും, അവിടെ നിന്ന് കൃത്യമായി ഈ ദൃശ്യങ്ങൾ പകർത്താനും ഒപ്പം ഒരുപക്ഷെ ആ പ്രാർത്ഥനകൾ നമുക്ക് അങ്ങനെ മനസ്സിലാകാത്തതാണെങ്കിൽ കൂടിയും അതോടൊപ്പം മാനസികമായി ഐക്യപ്പെടാനും ഒക്കെ ഞങ്ങളും തയ്യാറായ നൂറുകണക്കിന് അനുഭവങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഞാൻ ഈ ഇത് കേട്ടപ്പോൾ ഞാനൊന്ന് ഒരു ചെറിയ മുഹമ്മദ് മഞ്ചേരിയെ ഓർത്തു, ഈ തർക്കം മുറുകിയപ്പോൾ. കാരണം ഒരു ദിവസം അങ്ങ് പറഞ്ഞു അങ്ങയ്ക്ക് വണ്ടി ഇടിച്ചു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ അങ്ങയെ കൂടിയും ഉൾപ്പെടുത്താം എന്ന്. അപ്പം ഇപ്പം അത് വലിയ വിവാദമായപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത് സാധാരണഗതിയിൽ ഇനിയിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ ശ്രീ മുഹമ്മദ് മഞ്ചേരി? എനിക്കൊന്ന്
യെസ്, മുഹമ്മദ് മഞ്ചേരിയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ഇപ്പോൾ എന്നോടൊപ്പം മാധ്യമപ്രവർത്തകനായ ഷാജി ചേരുന്നുണ്ട്. ശ്രീ ഷാജി, ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം ആദ്യം ചർച്ചയാക്കുന്നത് ശ്രീ ഷാജിയാണ്. ഇങ്ങനെ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചു എന്നതിനെ വിമർശിച്ചുകൊണ്ട് അബ്ദുള്ള ഒരു ഫേസ്ബുക്ക് കമൻറ്റ് നടത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ നടത്തുകയാണ്. ഇതിനെതിരെ കേരളം ഉണരണമെന്ന് ശ്രീ ഷാജിക്ക് ആ ഘട്ടത്തിൽ തന്നെ തോന്നാൻ ഉള്ള കാരണം എന്തായിരിക്കും? ഇതില് വലിയൊരു പ്രശ്നം എന്താ വെച്ചാല്, ഒരു മതത്തിൽപ്പെട്ട ഒരാള് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി വളരെ സ്വകാര്യമായി നടത്തിയ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒരു കാലഘട്ടത്തിൽ ഇത് കേരളത്തില് നടക്കാത്ത കാര്യമൊന്നുമല്ല. ഒരുപാട് മനുഷ്യർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്നും ഒരു സംഘടിതമായ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആളോ മതത്തിന്റെ ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന് പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യുന്ന ആളോ അല്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയിൽ ഒരുപാട് അവിശ്വാസത്തിന്റെയും പരസ്പരമായുള്ള ആദരവില്ലായ്മയുടെയും പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും ഒക്കെ തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതൊരു ആശ്വാസമാണ്, അതൊരു സന്തോഷമാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ ഒരു കാലഘട്ടത്തിൽ. അയാൾക്കൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന് നമ്മൾ സ്വയം നമ്മളോടും നമ്മൾ അതിലൊരു മാറുമെന്നൊരു ആശ്വാസം കണ്ടെത്തുകയൊക്കെ ചെയ്യാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്ന സമയത്ത് വളരെ പ്രതിലോമപരമായ ഒരു പ്രസ്താവന നമ്മൾ കാണുന്നു. ഇങ്ങനെ ഒരാൾ അന്യമതത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിക്കപ്പെട്ട അതിന്റെ ഗുണം കിട്ടുന്നയാള് അത് മാപ്പ് പറയണം, അല്ലെങ്കിൽ അയാള് മതത്തിന്റെ മുന്നിൽ കുറ്റക്കാരനായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വളരെ പ്രതിലോമപരമായ വിധ്വംസകമായിട്ടുള്ള ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്താവനയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ അബ്ദുള്ളയെ പോലെ ഒരാൾ, കാരണം അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ കാലങ്ങളായി കേരളത്തിന്റെ സമൂഹത്തിന്റെ ഉള്ളിൽ വളരെ പ്രതിരോധപരമായ ചിന്തകൾ തൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഒരു മതസൗഹാർദ്ദത്തിന്റെയോ നന്മയുടെയോ ജനാധിപത്യത്തിന്റെയോ മതേതര മൂല്യങ്ങളുടെ ഒരു കാവൽക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഇതൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ ഒരുപാട് അപരവൽക്കരണത്തിന് വിധേയരാക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്കെതിരായി ആസൂത്രിതമായ ഗൂഢാലോചനകൾ വരുന്നു, മുസ്ലിങ്ങളുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരായി സംഘടിത നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ സാധാരണക്കാരായ മതേതരരായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്തുന്ന, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയക്ക് BJP ഒക്കെ പറയുന്ന ഇസ്ലാമോഫോബിയെ കുറച്ചുകൂടി ശക്തമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അത്തരക്കാർക്ക് ഇന്ധനം നൽകുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഈ അബ്ദുള്ള നടത്തിയിട്ടുള്ളത്. അപ്പൊ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ വാസ്തവത്തിൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ വാസ്തവത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം സ്വത്വത്തെ അല്ല, മറിച്ച് മുസ്ലിങ്ങൾക്കെതിരായ ശത്രുക്കളുടെ പ്രചാരണങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് കൊടുക്കുകയാണ്. പലപ്പോഴും RSSന്റെയും BJPയുടെയും ഒക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശരിയാണ് എന്ന് നിഷ്പക്ഷരായ മനുഷ്യരെ കൊണ്ട് തോന്നിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകൾ മുസ്ലിം വിരോധം കുത്തിവെക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സാധൂകരണം നൽകുന്ന രീതിയിലാണ് ഈ അബ്ദുള്ള പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അബ്ദുള്ളയെ പോലുള്ള ആളുകളുടെ ഈ പ്രസ്താവനകളെ സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം തള്ളിപ്പറയണം. കാരണം ഇത്തരക്കാരല്ല ഇസ്ലാമെന്നും ഈ ഷാജി അത് തള്ളിപ്പറയുന്നതിന് പകരം ഇപ്പൊ കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതപരമായ തെറ്റാണ്, മാപ്പ് പറയുക തന്നെ വേണം, അറിവോടെയാണെങ്കിൽ, അറിവില്ലെങ്കിൽ കുഴപ്പമില്ല, അറിവോടെയാണെങ്കിൽ തൗബ ചെയ്യണം എന്ന് നാസർ ഫൈസി കൂടത്തായും കൂടെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അബ്ദുള്ളയും നാസർ ഫൈസി കൂടത്തായും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ശബ്ദമെന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല. കാരണം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരുപാട് സ്വതന്ത്രമായിട്ടുള്ള കൃത്യമായ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് മുസ്ലിം സമുദായത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന പ്രസ്ഥാനങ്ങൾ പോലും ഈ വ്യക്തികൾക്കെതിരാണ്. പല മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളത് അബ്ദുള്ള ആയാലും നാസർ ഫൈസി ആയാലും അവരുടെ ഒന്നും ആളല്ലെന്നാണ്. ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ, ഒറ്റപ്പെട്ട പ്രതിരോധകരമായ ഒരുപാട് കാലം പിന്നോട്ട് ഈ സമൂഹത്തിനെ കൊണ്ടുപോകുന്ന ആളുകളുടെ ശബ്ദമാണ് മുസ്ലിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് വലിയ അപകടം ചെയ്യും. ഇത്തരക്കാരെ അടുപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ നാസർ ഫൈസി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ അയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ സംഭവം നമുക്ക് കേട്ടാൽ ജാള്യത തോന്നുന്ന പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇടം കൊടുക്കുക, മാധ്യമ സ്പേസ് പോലും കൊടുക്കാൻ പാടില്ല. കാരണം അബ്ദുള്ളക്ക് നാസർ ഫൈസിക്കൊക്കെ ശബ്ദമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പാതകമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ
കാലം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നടക്കുന്ന ഒരു മതസൗഹാർദ്ദത്തിനെയും നന്മയുടേതായ ഒരു വലിയ വലിയ മാതൃകകളെ തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് ഈ കൂടത്തായി ഈ അബ്ദുള്ളയെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതിന് കൂട്ടുപിടിക്കുകയല്ല ചെയ്യുക, അവർ ശബ്ദം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ ഇല്ലാണ്ടാക്കുക, അവരെ അവഗണിച്ച് തള്ളിക്കളയുക എന്നുള്ളതാണ് മതേതര സമൂഹം ചെയ്യേണ്ടത്. വ്യക്തമാണ്. ശ്രീ ഷാജി യാത്രയിലാണ്. ഏതായാലും ഈ പ്രതികരണത്തിന് ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഷാജിയാണ് ഇത്തരത്തിൽ ആദ്യമായി ഈ ഒരു വിഷയം വന്നുടനെ തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഒരു ചർച്ചാ വിഷയമാക്കി രംഗത്ത് വരികയും ചെയ്തു. ധനീഷ് ലാൽ പറയുന്നു ആദ്യം നല്ല മനുഷ്യനാകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, നമസ്കാരം. സുഖമില്ലാത്ത മനുഷ്യന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ വഴിപാട് നടത്തുകയോ ചെയ്താൽ അത് നല്ല കാര്യമാണ് എന്ന് പറയുന്നു. KV വിഷ്ണു പറയുന്നത് ആര് വഴിപാട് നടത്തിയാലും അവരുടെ ഇഷ്ടം പോലെയാണ്, അതിന് ആരുടെയും സമ്മതം വേണ്ട എന്ന് പറയുന്നു. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ പറഞ്ഞിട്ടാണോ പൂജയുടെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്ന് ശിവൻകുട്ടി CR ചോദിക്കുന്നതൊക്കെ പരമ കഷ്ടമാണെന്നാണ് CR ശിവൻകുട്ടി പറയുന്നത്. ലാലൻ M പറയുന്നത് മോഹൻലാൽ സാറിന് ഒരു നല്ലതിന് വേണ്ടി ചെയ്ത കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഷിജു നമ്മുടെ തിലകൻ ഇന്ന് പാട്ട് പാടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിലകനെ ഞാനും കാത്തിരിക്കുകയാണ്, വന്നാൽ നമുക്കൊരു പാട്ട് കേൾക്കാം. അമീൻ അൽ പറയുന്നു ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നു. സുനിമോൾ പറയുന്നു മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഇത് വിവാദമാക്കേണ്ട കാര്യമല്ല, ജാതിയും മതവും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. വിഷ്ണു നാരായണൻ പറയുന്നു വഴിപാട് നടത്തുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ് അത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കമൻറ്റുകളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ഇറ്റ്സ് മീ രജി പറയും ലാലേട്ടൻ അതിന് ഹൃദയം തുറന്നു കൊടുക്കുന്നു. മമ്മൂക്കയ്ക്കും നിറയെ ചുവന്ന ഹൃദയങ്ങൾ അയച്ചിരിക്കുന്നു രാജി. ഓക്കെ, എലോണും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ് എലോൺ. മുഹമ്മദ് മഞ്ചേരി, ഞാൻ അങ്ങയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്കിടയിൽ ഷാജിയിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഇത് മമ്മൂട്ടി സാറ് പറഞ്ഞാണോ അങ്ങനെ പറയണമെന്നും പറഞ്ഞാണ്ട്? അങ്ങനെയല്ല, അങ്ങനെ ആ കാര്യങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതുക. അപ്പൊ അദ്ദേഹം പറഞ്ഞെങ്കിൽ ആയിക്കോട്ടെ, സാറിന് പറയാൻ പാടില്ല മാത്രം പറയും. പിന്നെ എങ്കിലും കൂടിയിട്ട് നമ്മൾ പരസ്പരം രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ കണ്ടാല് അത് ഒരാളൊരു അർമുഖനേക്കാരം ഒരാളൊരു മഹമ്മദേക്കാരം പരസ്പരം കുറെ ദിവസമായിട്ട് കണ്ടിട്ട് പിരിയുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും എന്നാ ശരി, എന്നാ പഠിച്ചനോട് പ്രാർത്ഥിക്കട്ടോ എന്നാ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അപ്പൊ അതില് ഒരു തെറ്റുമില്ല, ആരാർക്കും വേണ്ടി പറയും ചെയ്യാം. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളെ ആൾക്കാര് ഈ ഇത്തരം വേറെല്ല സ്ഥലത്തൊക്കെ ചികിത്സക്ക് പോണില്ലേ, എത്ര ആള് പോണുണ്ട്, ഒളിഞ്ഞും പൊളിഞ്ഞും ആള് കാണാതെ പോണുണ്ട്. അതൊക്കെ പാടുണ്ടെന്നാലും അങ്ങനെയാണെങ്കിൽ അല്ല മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? അതെ, ഞാൻ പോകലില്ല, ഞാൻ പോകാത്ത ആളാണ്. പക്ഷേ ആയിരക്കണക്കിന് ആള് പോണുണ്ട് പല സ്ഥലത്തേക്കും. അത് കുമാരന്റെ അടുത്തേക്കും രാമന്റെ അടുത്തേക്കും വേറെന്തോന്റെ അടുത്തേക്കും വള്ളിന്റെ അടുത്തേക്കും ഒക്കെ പോണ്ട്. ഓരോന്ന് നിർത്തട്ടെന്നാല്. ശരി, ഏതായാലും ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് ഇപ്പൊ ആരോഗ്യം എങ്ങനെയുണ്ട്? വണ്ടി ഇടിച്ച് പരിക്കേറ്റുവെന്ന് ഇന്ന് ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ആ സ്ഥലത്ത് കൊണ്ട് എന്റെ കുട്ടീനെ കൊണ്ട് നിർത്തിച്ച എന്നിട്ട് പറയാണ് സാറേ, ആരോഗ്യം റെഡിയായി വരുന്നുള്ളൂ. സാറിന് വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ കേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഒരു ഏകദൈവ വിശ്വാസം എന്നത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. അപ്പം മതപണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ അത് അങ്ങനെയേ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്ന ന്യായത്തോട് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പേരുകൊണ്ടും എന്റെ ജന്മം കൊണ്ടും ഒക്കെ എന്തോ അറിയാത്ത കാലത്ത് ഞാൻ ഒരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. ഇപ്പോഴീ മതേതരത്വം ഉണ്ടായിരുന്നെങ്കിൽ മതമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെ ഞാൻ പോയേനെ. കാരണം വേദനയോടെ പറയുകയാണ്, എന്ത് സങ്കീർണമായിട്ടാണ് നമ്മുടെ മത സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ഇപ്പോൾ മമ്മൂട്ടിയുടെ വിഷയം അടക്കം വന്നു. ഈ മമ്മൂട്ടിയുടെ വിഷയം വന്നപ്പോൾ ഞാൻ അന്ന് ഈ വിഷയം ഒന്ന് പ്രതികരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് ആ ചർച്ചയിൽ വന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൽ തന്നെ ഒരു വളരെ വിഷമമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ അതിനുശേഷമുള്ള ഈ മതപണ്ഡിതന്മാർ പറഞ്ഞ വിഷയത്തിന്റെ ആഴത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ഈ വിവാദം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അദ്ദേഹം ചെയ്ത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ, മറ്റൊന്നും തോന്നരുത്, മോഹൻലാൽ ഫാൻസിനും ഒന്നും തോന്നരുത്, എന്റെ ഒരു സഹൃദയൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം അദ്ദേഹം അത് പരസ്യമായിട്ട് ആ റിസീറ്റ് എഴുതരുതായിരുന്നു.
അദ്ദേഹം അതൊരു ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നത്. അദ്ദേഹം ആ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം കേരളത്തിലൊരു വലിയ മനുഷ്യനാണ്. തമിഴന്മാരെല്ലാം തമിഴ് ബഹുമാനത്തോടെയാണ് പറയുന്നത്. തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരും ഒക്കെ വന്ന് അവർ കിലോ കണക്കിന് സ്വർണവും പണവും ഒക്കെ കെട്ടായിട്ടാണ് അവിടെ ഈ വഞ്ചിയിലിടുന്നത്. അതൊന്നും പേരെഴുതി വെച്ചിട്ടല്ല. മോഹൻലാൽ ഇതിനകത്ത് കുറച്ച് വിവേകം കാണിക്കണമായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ എന്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിലയ്ക്ക് വരുന്ന, അല്ലെങ്കിൽ ചെറിയ വില 10 രൂപയായിക്കോട്ടെ 10 ലക്ഷം രൂപയായിക്കോട്ടെ, അദ്ദേഹത്തിന് അവിടെ സമർപ്പിക്കാമായിരുന്നു. ആരും അറിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സും ഭഗവാനും മാത്രമേ അറിയൂ. മോഹൻലാൽ ആധ്യാത്മിക ഉഷപൂജ ചെയ്യാനായി റെസീറ്റ് ആക്കിയല്ലോ, അപ്പൊ സ്വാഭാവികമായി അടുത്തുള്ള ആളുകൾ അറിയുമല്ലോ. അത് അറിയാൻ പാടില്ല, അദ്ദേഹം ചെയ്യാൻ പാടില്ല. പേര് പറയണ്ടേ? ഇതിപ്പോ നമ്മള് പല ചില വഴിപാടുകളുണ്ടല്ലോ, ഇപ്പൊ ആചാരവിധി എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഈശ്വരൻ ആധ്യാത്മികതയെ കുറിച്ച് ഏകദേശം റെസീറ്റ് ഉണ്ടാക്കണമല്ലോ, ഇതിനൊരു അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം സമർപ്പിക്കണമെങ്കിൽ ഈശ്വരൻ ഏത് രീതിയിൽ സമർപ്പിച്ചാലും ഭഗവാൻ കേൾക്കും. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഇടദോഷക്കാരനാണെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ്. ഏത് രീതി അദ്ദേഹം ആ പേരെഴുതാം. ഞാൻ നോക്കട്ടെ, പണ്ടൊരു ചർച്ച നടന്നറിയാമോ, കോടിയേരിയുടെ കുടുംബത്തിലുള്ളവർ അവിടെ പൂമൂടൽ നടത്തിയത്. അതും ചെയ്യാൻ പാടില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസികളല്ലെങ്കിലും അവരൊക്കെ രഹസ്യമായിട്ട് അവരുടെ വീട്ടുകാരൊക്കെ പോയി ഇത് ചെയ്യുന്നുണ്ട്. അതൊന്നും പരസ്യമായിട്ട് റെസീറ്റ് എഴുതിയിട്ട് അത് വിവാദമാക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇത് ബഹുമാനപ്പെട്ട താങ്കൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ ചർച്ചയ്ക്കുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ പൊതുജനങ്ങളെ അടക്കം വിളിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ അടക്കം വിളിക്കണം. പൊതുജനങ്ങളെയും സാമൂഹ്യ പ്രവർത്തകരെയും ആധ്യാത്മിക പ്രവർത്തകരെയൊക്കെ വിളിച്ച് വലിയൊരു ചർച്ച ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വിപത്താണ് ഇതിൽ വരാൻ പോകുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പായാലും എല്ലാം കൊണ്ടും നിങ്ങൾ അതിനുള്ളൊരു വേദി ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മറ്റൊന്നും തൽക്കാലം പറയാനില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ച മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇതിലൊരു പ്രശ്നമില്ല, മറ്റു ചിലർക്കാണ് പ്രശ്നമെന്ന് സുനിൽകുമാർ പറയുന്നു. സ്പോർട്സ് ഗുരു നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. രമേഷ് കുമാർ നമസ്കാരം പറയുന്നു. ഓക്കെ, നമസ്കാരം രമേഷ് കുമാർ. വ്രതമെടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന നമ്മൾ വാവര് പള്ളിയിൽ പോയി കാണിക്കയിടുന്നു. ഇത് ഒരു നേതാവിൻ്റെ കാഴ്ചപ്പാട് ആണ്. അതിനെ പുച്ഛിച്ച് തള്ളുക, എല്ലാവരും നന്നായി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ്. അതാണ് ഈ ശബരിമലയിൽ അവിടെ പോകുന്നവരെല്ലാം വാവർനടയിലും പോകുന്നുണ്ട്, അവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട് സ്വാഭാവികമായും. അപ്പോൾ അതൊരു മതേതര കേരളം ഈ രാജ്യത്തിന് നൽകുന്ന വലിയൊരു മാതൃകയായി കൂടിയാണ് ശബരിമല നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വഴിപാട് കഴിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് റെസീറ്റ് വീണ്ടും കാണിക്കുന്നത് ശരിയല്ല, അതൊരു വ്യക്തിപരമായ കാര്യമാണ് എന്ന് ദിലീപ് കുമാർ പറയുന്നു. ഓക്കെ, മിസ്റ്റർ പ്രേം രാജു പറയുന്നു മമ്മൂക്കാക്കിയ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു, അദ്ദേഹത്തിന് പൂർണ്ണാരോഗ്യവാനാകാൻ കഴിയട്ടെ എന്ന് പറയുന്നു. ബാലകൃഷ്ണൻ വടകര, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം സാർ. നമസ്കാരം. മമ്മൂട്ടിക്ക് ആയുഷ് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായിട്ട് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഇതെന്തിനാ സാർ വിവാദമാക്കേണ്ട ആവശ്യം എന്താണ്? ഏത് ദൈവത്തിൽ നേർച്ച നേർന്നാലും നമുക്ക് ഒരു വിശ്വാസിയാണെങ്കിൽ അതിൽ സന്തോഷിക്കാനേ ഉള്ളൂ. കാരണം എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം ഒരു നേർച്ച നേരുന്നു. അത് അദ്ദേഹം അത് മനസാക്ഷിയോടും കൂടി ആത്മാർത്ഥയോട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലാരും വിരളി പൂരേണ്ട ഒരു കാര്യമില്ല. അത് തിരിച്ചും മറിച്ചും ആവാം. അവിടെയാണ് സാർ മതേതരത്വം. അതില്ലാതെ വരുമ്പോഴാണ് ഇത് ചെയ്തത് മോശമായെന്ന് മതപണ്ഡിതന്മാർ പറയുമ്പോഴാണ് അവിടെയാണ് സാർ പ്രശ്നം വരുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റഹീമ എന്നൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നാണ്. ശ്രീമതി റഹീമ, ഇതിൽ റഹീമ ഗുഡ് ഈവനിങ്. റഹീമ ഇടക്ക് കുറെ ദിവസം പൊതുവേദിയിലേക്ക് വിളിച്ചില്ലല്ലോ, എന്തു പറ്റി? നോമ്പിന്റെ ഒക്കെ തിരക്കിലായി പോയോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? ശരി, വിളിച്ചിട്ട് കിട്ടണില്ല, അതുകൊണ്ടാ. ശരി. അപ്പൊ ശ്രീ റഹീമയ്ക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചു എന്ന് തോന്നിയപ്പോൾ അതെ, ഇവര് മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, മുകേഷ് ഇവരെല്ലാം ഒത്ത് ഒരു ചെറുപ്പം മുതലേ വളർന്നതല്ലേ സിനിമയില്. ഇവരൊക്കെ ഒരു കൂട്ടാണല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം അവര് പ്രകടിക്കും. ആ ഒരു സന്തോഷാണ് അവർക്കത്. അത് അസുഖം വന്നാൽ ഇവര് അങ്ങോട്ട് വഴിപാട് നേരം, ഇവിടെ ഇങ്ങോട്ട് വഴിപാട് നേരം. അപ്പൊ അതൊരു ഈശ്വരന്റെ അനുഗ്രഹമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാൽ സാറും അങ്ങനെ ഒരു വഴിപാട് നടത്തിയത്. അതിപ്പോ ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. ഒരു മോഹൻലാലിന്റെ ആരാധകനും കൂടിയാണല്ലേ? ഞാൻ മോഹൻലാലിന്റെ, ഞാൻ സിനിമയിൽ എല്ലാരും ആരാധകരാണ്. സിനിമ ധാരാളം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമത് ഇഷ്ടം വരാണ് നമ്മളെ സുകുമാരൻ ചേട്ടനെ. സുകുമാരൻ മരിച്ചുപോയ നമ്മുടെ സുകുമാരന്റെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാരും എനിക്ക് ഇഷ്ടമാണ്. അതെന്താ ഈ സുകുമാരന്റെ ഒരു അഭിനയ ശൈലിയോടാണോ ഇഷ്ടം, അതോ അദ്ദേഹത്തിന്റെ ഒരു ഗ്ലാമറിനോടാണോ, സൗന്ദര്യത്തോടാണോ? അവര് നല്ലൊരു സ്വഭാവം, നല്ല മനസ്സാണ്. അവരെ മക്കൾക്കും നല്ല മനസ്സാണ്, എല്ലാരുടെ മക്കൾക്കും. അപ്പൊ
എല്ലാരും മക്കൾക്കും നല്ലൊരു സ്വഭാവമാണ്. ശ്രീ റഹീമ മമ്മൂട്ടി സാറിന് ഇങ്ങനെ അസുഖം എന്തോ ഉണ്ടെങ്കിലും അവര് വഴിപാട് നടത്തിയത് വലിയ ഉപകാരമാണ്. കാരണം ജാതി മതമൊന്നും ഇപ്പൊ നോക്കലില്ലല്ലോ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമ്പ് ഉറപ്പിക്കലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കലും ഒക്കെ ഉണ്ട്. അതാണ് ശ്രീ റഹീമ ചൂണ്ടിക്കാണിച്ച ആ കാര്യം വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ നോമ്പ് തുറക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ വരുന്നു. നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത് തന്നെ പല മതവിഭാഗങ്ങളിലുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നു. അതിലെല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നു. അമ്പലത്തിലും ഉണ്ട്, പള്ളിയിലും ഉണ്ട്. പള്ളിക്കാരും അമ്പലക്കാരും ഒന്നായിട്ട് നോമ്പ് തുറക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അത് കേരളം ഒന്നായി ഈ വിശ്വാസത്തിൽ ചെയ്തത് വളരെ ഉപകാരമാണ്. എല്ലാരും അവര് ചെറുപ്പം മുതലേ വളർന്ന് വലുതായി സിനിമയിലൊക്കെ വന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ ഒരു സുഹൃത്തം കാണിച്ചതാണ്. ഏതായാലും വ്യക്തമാണ്. സന്തോഷാണ്. പ്രാർത്ഥിക്കാം. ശ്രീ റഹീമയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഹീമ ചൂണ്ടിക്കാണിച്ച ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട, അതൊരു പുണ്യമാസമാണല്ലോ. സ്വാഭാവികമായും ഈ മാസത്തിൽ എല്ലാവരും ഈ നോൻപ് എടുക്കുന്ന ആളുകളെ വളരെ ആദരവോടുകൂടി കാണുന്നു. അതുപോലെ നോമ്പ് തുറയിൽ ഇഫ്താറിലും എല്ലാവരും കൂട്ടായി പങ്കെടുക്കുന്നു. അത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു ആചാരമായി മാറുകയാണ്. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഒരുപോലെ നോമ്പ് തുറകൾ സംഘടിപ്പിക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർ അതിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം കൈമാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇതുപോലൊരു വിവാദം വന്നുപോയത് എന്നത് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശിവജിയാണ്. ശ്രീ ശിവജി, അങ്ങക്ക് ഇത് എന്തു തോന്നുന്നു? ഏകദൈവ വിശ്വാസം എന്നത് ലംഘിക്കപ്പെട്ടു എന്ന ഒരു മതപരമായ ന്യായീകരണത്തിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ വിവാദമാക്കേണ്ടതുണ്ടോ? സാറേ, ലോകത്ത് എത്ര ദൈവം ഉണ്ടെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായ്ക്ക് അസുഖം വല്ലതും ഉണ്ടോന്ന് നമുക്കാർക്കും എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിലും പറയാം, അദ്ദേഹത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാവണേ എന്ന് ഞാനും എന്റെ കുടുംബവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും എന്നും പ്രാർത്ഥിക്കും. അദ്ദേഹം സിനിമ ധാരാളം കാണുന്നയാളാണ്. ഇഷ്ടംപോലെ കാണും. എല്ലാ സിനിമകളും കാണുന്നതാണ്. ഞങ്ങൾ കുടുംബം അടക്കം കാണുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും വരില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ പരമാവധി ഈശ്വരന്റെ ആയുസും കൊടുത്ത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയധികം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കലും മനസ്സിലായ ഒരു അനുഭവം പറയാം. നമ്മുടെ അബ്ദുൽ കലാം സാർ നമ്മുടെ പ്രസിഡന്റ് ആയപ്പം ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി അബ്ദുൽ കലാം എന്ന് പറഞ്ഞോട്ട് ഒരു വഴിപാട് കൊടുത്തു. അപ്പൊ എന്നോട് അവിടുത്തെ തിരുമേനി ചോദിച്ചു, അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ ഇഷ്ടമാണ്, അദ്ദേഹം നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നന്നായിരിക്കട്ടെ എന്നാണ് എന്നോട് അവിടുത്തെ തിരുമേനിയും പറഞ്ഞത്. അപ്പൊ നമുക്കിതിനൊന്നും മതവും ജാതിയും ഒന്നും ഇല്ലെന്ന് ഇത് ആരാന്നേ പറയുന്ന വളരെ ചെറിയൊരു വിഭാഗം ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മോഹൻലാലും മമ്മൂട്ടിയും എത്രയോ സൗഹൃദമായിട്ട് ജീവിക്കുന്നവർ. അവർ ഭക്ഷണം കൊണ്ടുവന്ന് ശ്രീ ശിവജി പറഞ്ഞ പോലെ നമ്മളിവിടെ ലയണൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ വരെ പ്രാർത്ഥന നടത്തുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഫുട്ബോൾ ആരാധകരൊക്കെ അവരുടെ അമ്പലങ്ങളിൽ ചെല്ലുന്നു, അർച്ചന നടത്തുന്നു അല്ലേ. അപ്പൊ അതൊക്കെ സച്ചിൻ ടെണ്ടുൽക്കർക്കും നമ്മുടെ ഇന്ത്യൻ ടീമിനും ഒക്കെ നടത്തുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശിവജി നമുക്കൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നു. VC തോമസ് പറയുന്നത് ഏതൊരു നടനും നടിക്കും അതുപോലെ സിനിമാ രംഗത്തേക്ക് പുറത്തു വരും എന്ന പുതിയ സിനിമ തുടങ്ങുമ്പോൾ പൂജ ചെയ്തിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് അപ്പോൾ വലിയ പ്രശ്നമാകില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അതെനിക്കറിയില്ല. പലപ്പോഴും ഞാനും ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, സിനിമയുടെ പൂജ എന്ന് പറയാറുണ്ട്. അത് പക്ഷേ ഏത് മതത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോഴും ഒരു പൂജയോ പ്രാർത്ഥനയോ വെക്കാറുണ്ട്. അത് അവരുടെ താല്പര്യമാണ്. അപ്പോൾ അത് പ്രശ്നമാകുമെന്ന് ചോദിക്കുന്നത്. ഇനി എനിക്കറിയില്ല, അത് പ്രശ്നമാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അബ്ദുള്ള ഈ അഭിപ്രായം പരസ്യമായി പറയരുതായിരുന്നു. അബ്ദുള്ള സമുദായത്തെ ഒറ്റപ്പെടുത്തണം, അബ്ദുള്ളയെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്ന് ജോസഫ് KM പറയുന്നു. ഷിബു കൃഷ്ണൻ പറയുന്നു എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്, വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ മാത്രമാണ്. ഈ മതങ്ങളും ഈ ലളിതമായ തത്വവും പാലിച്ചാൽ ലോകം കൂടുതൽ അങ്ങനെയല്ല. ഇപ്പോൾ ഏകദൈവ വിശ്വാസികളായ മറ്റ് മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ നമ്മുടെ സമൂഹത്തിൽ മറ്റു മതങ്ങളെ അവരും വളരെ ഗൗരവത്തോടു കൂടി തന്നെ വളരെ ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ സുഹൃത്തുക്കളായ ആളുകളെല്ലാം അവർ ഏകദൈവ വിശ്വാസികൾ എന്ന തരത്തിൽ അവരുടെ ഒരു മതം ഉണ്ടായിരിക്കാം. പക്ഷേ അവരെല്ലാം പൊതുകാര്യങ്ങളിൽ നമ്മൾ കാണുന്ന അതേ ആദരവോടുകൂടി തന്നെയാണ് ഇവിടെയും കാണുന്നത് എന്ന് സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, when I am going to temple I take part in ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആണ് താൻ പ്രാർത്ഥിക്കാറ് എന്ന് പറയുന്നു. ഐ പ്രേ ഫോർ മമ്മൂട്ടി, ഓൾ ദ റിലിജിയൻ ദി ഐഡിയാസ് ആർ സെയിം, ടുഡേ യു
പുട്ട് യുവർ കോട്ട് എന്നാണ് പറയുന്നത്. എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂട്ടായ നന്മയുടെ ഒരു പ്രതീക്ഷയാണ് അവിടുന്ന് വരുന്നത്. സതി ബാബുരാജിൻ്റെ ആ പ്രയോഗം എനിക്ക് വളരെ കൃത്യമായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കോട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം അവർ കോട്ടിട്ടില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് കോട്ടിട്ടു. ഏതായാലും സതി ബാബുരാജ് അത് ശ്രദ്ധിച്ചതിൽ സന്തോഷം. തങ്കച്ചൻ മുഹമ്മേന്നല്ലേ വിളിക്കുന്നത്? അതെ. ശ്രീ തങ്കച്ചന് എത്ര നാളായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്? സാറേ കിട്ടുന്നില്ല സാറേ, ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. അത് ശരി. ഓഹോ. സാറിന്റെ നേരിട്ട് സംസാരിച്ചിട്ടും കുറെ നാളായി. കാരണം സാറ് വിളിച്ചാൽ കിട്ടുന്നില്ല, അതാണ്. അയ്യോ, അത് ശരി. ഏതായാലും ഇന്ന് കിട്ടിയല്ലേ, സന്തോഷം. ശ്രീ തങ്കച്ചൻ പക്ഷെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഈ വിവാദം കേട്ടപ്പോൾ ശ്രീ തങ്കച്ചൻ എന്ത് തോന്നി? സാറേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും നമുക്ക് ഏത് ദൈവത്തെ വിശ്വസിക്കേണ്ടത് നമ്മുടെ ഒരു തീരുമാനമാണെന്നേ. അതിനകത്ത് ആരും കൈകടത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ ക്രിസ്ത്യാനികളുള്ളവരുണ്ട്. കാരണം ഞാൻ ദിവസവും രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ചെല്ലും. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം നിന്ന് തൊഴുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. നമുക്ക് പുള്ളിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് ഒരു വിശ്വാസമാണ് അത് നമ്മൾ ആ വിശ്വാസത്തിന്റെ ഭാഗത്തേക്ക് വിട്ടുകൊടുക്കണം. നമ്മള് മതവും ജാതിയും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഹിന്ദുവാണ്. ഞാൻ പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും ഉരുണ്ട് പടച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം വന്ന് ക്രിസ്ത്യാനി ആയിരിക്കും ചിലപ്പോൾ എനിക്ക് വെള്ളം തരുന്നത്. ഞാൻ തുപ്പിക്കളയുവോ? അങ്ങനെ ചിന്തിക്കണ്ടേ? നമ്മള് മനുഷ്യനായിട്ട് ജീവിക്കണ്ടേ? വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ഏതായാലും തങ്കച്ചൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മയിൽ നിന്ന് വിളിച്ചു, നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി കേട്ടോ. ജോസഫ് ഒരു സന്ദേശം ഇട്ടു. അപ്പോൾ ജോസഫ് പറയുന്നത് ഞാനത് കൃത്യമായി അല്ല വായിച്ചത് എന്നാണ്. അപ്പോൾ ഇതിൽ ജോസഫ് എഴുതിയത് ഒന്നുകൂടി ഞാൻ വായിക്കാം. അബ്ദുള്ള ഈ അഭിപ്രായം പരസ്യമായി പറയരുതായിരുന്നു. അബ്ദുള്ള സമുദായത്തിൽ ഒറ്റപ്പെടാതെ നോക്കണം എന്നാണ് ജോസഫ് എഴുതിയത്. ഞാൻ വിചാരിച്ച് അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം എന്നാണ് ജോസഫ് ഉദ്ദേശിച്ചതെന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഒറ്റപ്പെടാതെ നോക്കണം എന്നാണ് ജോസഫ് പറഞ്ഞത്. ജോസഫിനോട് ഞാൻ അങ്ങേയറ്റം ക്ഷമ ചോദിക്കുന്നു. ചിലപ്പോൾ ഇതിങ്ങനെ മേലോട്ട് സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ വായിക്കാൻ തെറ്റിപ്പോകുന്നതാണ്. ജോസഫ് ദയവായി എന്നോട് ക്ഷമിക്കണം. ഓക്കെ. ചീഫ് സെക്രട്ടറിയുടെ തൊലിയുടെ നിറത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ഈ കെട്ടകാലത്ത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറയുന്നു ഗോപകുമാർ. അതും മറ്റൊരു വലിയ വിഷയമാണ് കേട്ടോ. നമ്മുടെ ചീഫ് സെക്രട്ടറി ആ വിഷയത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതും ഒരു സന്തോഷകരമായ കാര്യമാണ്. മനുമോൻ എന്ന എൻ്റെ അതേ പേരുള്ള ഒരാൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കും. ദൈവമുണ്ടെങ്കിൽ എവിടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അവരവരുടെ ആ പ്രാർത്ഥനയുടെ അനുഭവമാണ് ദൈവം. ഇത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതോ കേൾക്കാൻ കഴിയുന്നതോ തൊടാൻ കഴിയുന്നതോ അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒന്നാണ്. അത് അവനവൻ്റെ പ്രാർത്ഥനയിൽ വരുന്നതാണ് ദൈവം. അത് ആളുകളുടെ ഉള്ളിലാണ്. അപ്പോൾ അത് നന്മയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ എന്താണ് ദൈവം എന്ന് അങ്ങ് എങ്ങനെ വിശ്വസിക്കുന്നോ ശ്രീ മനുമോൻ, അതേപോലെ അങ്ങയ്ക്ക് ദൈവത്തെ കാണാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഷിജു പറയുന്നത് ദൈവം കേരളത്തിലുണ്ട്, UP-യിലില്ല, ഗുജറാത്തിലില്ല, MP-യിലില്ല, രാജസ്ഥാനിലുമില്ല എന്ന് ഷിജു കളിയാക്കി രഹസ്യമായി പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ ഒരു രസകരമായൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് നമ്മുടെ പ്രദീപ് കുമാറാണ്. പ്രദീപ് കുമാർ ഇപ്പോൾ പൊതുവേദിയിലേക്ക് കുറച്ച് ദിവസമായി വിളിച്ചില്ല. അപ്പോൾ ഞാനതേക്കുറിച്ച് അന്വേഷിക്കുന്നു. ഞാനുള്ളപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ പ്രദീപ് കുമാർ വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് വേണ്ടി ചില ദൃശ്യങ്ങൾ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഇടവേളയ്ക്ക് ആവുന്നതിന് മുന്നേ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കാരണം പൊതുവേദി പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം അയച്ചു തന്നതാണ്. അദ്ദേഹം വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആ ദൃശ്യങ്ങളൊന്ന് കാണാം. Hello. വിയറ്റ്നാമിലെത്തിയ പ്രദീപ് നമ്മുടെ അവിടുത്തെ പൊതുവേദി പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം അവിടുത്തെ കൗതുക കാഴ്ചകളൊക്കെ നമുക്ക് കൂടി കണ്ടോട്ടെ എന്ന് കരുതി നമുക്ക് അയച്ചു തന്നൊരു ദൃശ്യമാണ്. ഇതിൽ വേറൊരു രസകരമായൊരു കാര്യം, ചില ആളുകൾ ഇപ്പോൾ പ്രദീപ് വിയറ്റ്നാമിലാണ്, ബർമുഡയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കാറുണ്ട്, അദ്ദേഹം സത്യത്തിൽ വിയറ്റ്നാമിൽ നിന്നാണോ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന ഇതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം വിയറ്റ്നാമിൽ നിന്നുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ന്യൂസ് 18 പൊതുവേദിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ തർക്കത്തിനിടയിൽ വലിയ വാശിയേറിയൊരു തർക്കം നടക്കുകയാണല്ലോ, അപ്പോൾ അതിനിടയിൽ സ്വാഭാവികമായി കാണാൻ കഴിയുന്നൊരു ദൃശ്യം എന്ന നിലയിലാണ് ഞാൻ ഇത് കൂടി
പറയുന്നത്. അതിനിടയിൽ അക്ഷയ് രാജ് പറയുന്നുണ്ട്, ഇത് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതുപോലുള്ള ആശയങ്ങൾ, അതായത് തർക്കങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് 50% ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. ഷിജു പറയുന്നത് താങ്ക്സ് ഫോർ റീഡിങ് മൈ കമൻറ്റ് എന്ന് പറയുന്നു. ഷിജു, അത് നമ്മൾ പൊതുവേദി ഷിജുവിൻ്റെ അഭിപ്രായം കേൾക്കുന്നു. അപ്പോൾ പ്രദീപ് വിയറ്റ്നാമിൽ ഉണ്ട് എന്നത് ഷിജു പറയുന്നു. ഓക്കെ, താങ്ക് യു പ്രദീപ്, വിയറ്റ്നാമിൽ ഉള്ള ദൃശ്യങ്ങൾ അയച്ചു തന്നു. അപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് പ്രദീപ് അയച്ച ദൃശ്യം കൂടി നമുക്ക് കാണാം. ഞാൻ വിയറ്റ്നാം സിറ്റിയിൽ ഹനോയിലാണുള്ളത്. ഹനോയ് എന്ന് പറയുന്നത് ഒരു വിയറ്റ്നാമിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഡെവലപ്ഡ് സിറ്റിയാണ്. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒപ്പം ലോക രാജ്യങ്ങളിൽ തന്നെ ഒരുപാട് പേര് ഇവിടെ കാണുന്നൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും മലയാളികൾക്ക് വന്ന് കാണാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ്. യെസ്, അതാണ് പ്രദീപ് ഹനോയ് എന്ന ഒരു നഗരത്തിൽ നിന്നാണ്, വിയറ്റ്നാമിലെ നഗരത്തിൽ നിന്നാണ് ന്യൂസ് 18 പൊതുവേദിക്ക് ദൃശ്യങ്ങൾ അയച്ചു തരുന്നത്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പൊതുവേദിയിലെ പ്രേക്ഷകർ ലോകത്ത് അവർ പലയിടങ്ങളിലായിരിക്കാം. അപ്പോൾ വിയറ്റ്നാമിൽ നിന്ന്, പോളണ്ടിൽ നിന്ന്, അങ്ങനെ അമേരിക്കയിൽ നിന്നൊക്കെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ നമ്മുടെ വൈകുന്നേര സമയം, അവർക്ക് മറ്റു പല സമയങ്ങളായിരിക്കാം, അവരൊക്കെ പൊതുവേദിയുടെ ഭാഗമാകുന്നു എന്നറിയുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണ്. പൊതുവേദി ഒരു ആഗോള കൂട്ടായ്മയാണ് എന്ന് എത്ര അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ അടുത്ത ബാലരാമപുരത്തുനിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഫായ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. രാഫായ് അല്ലേ? രാഫായ് ചന്ദ്രൻ, നെയ്യാറ്റിൻകര. ശ്രീ രാഫായ് ചന്ദ്രൻ, അങ്ങക്ക് ഈ വിവാദങ്ങളൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി? നമ്മുടെ ഈ നാട്ടിൽ ഇതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയോ? അതെ അതെ അതെ, രാഫായ് ചന്ദ്രൻ. അങ്ങ് ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ വലിയ ഡിലേ വരും. ശരി, ഞാൻ വിളിച്ചത്, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് രാഫായ് ചന്ദ്രൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഹലോ, കേൾക്കുന്നു, പറയൂ. ഞാനേ ഈ മോഹൻലാല് ഈ ശബരിമല പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനൊരു ക്രിസ്ത്യൻസ് CSI കാരനാണ്, CSI ക്രിസ്ത്യാനിയാണ്. അതിനുശേഷം ഞാനാണ് രണ്ടാമത് ഫേസ്ബുക്കിൽ കുറിച്ചത്, മോഹൻലാൽ എന്ന സുഹൃത്തിന് വേണ്ടി കേരളമെമ്പാട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് സുഖമാകണം. അതിന് ഒരു ഉദാഹരണം, ഞാനിപ്പോ നെയ്യാറ്റിൻകര കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ 1992 എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മട്ടാഞ്ചേരിയിൽ ഒരു സദ്യ, ഒരു എല്ലാ വിഭാഗക്കാർക്കും ഒരു സദ്യ, ആ സദ്യ കഴിക്കാൻ ആ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇതിന് ഒരു തെറ്റുമില്ല, ഒരു കുറ്റവാളിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത്, വരുമ്പോ കൃപാസനം പള്ളിയിൽ ഒന്ന് ഇറങ്ങണം, ഞാനും പ്രാർത്ഥിച്ചു. നല്ലൊരു കാര്യമാണത്, ഇതിനെ വിവാദമാക്കേണ്ട കാര്യമില്ല. നല്ല സുഹൃത്താണ്, നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാഫായ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നു. വളരെ നന്ദി അദ്ദേഹം ഈ പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചതിന്. സുനിൽ കുമാർ നമ്മുടെ പ്രദീപിന് ഹായ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വിയറ്റ്നാം യാത്ര ആഘോഷിക്കുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്. മിസ് പ്രേമ രാജു, അമേസിങ് സൈറ്റ് ഫ്രം വിയറ്റ്നാം എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, വിയറ്റ്നാമിലെ പ്രദീപിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ അവരൊക്കെ ഇത് കുറിക്കുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാം കാണാൻ കൂടി ഒരു അവസരം പലർക്കും കിട്ടിയതിലാണ് ചിലരൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ഷിജു എൻ്റെ കമൻറ്റ് കഴിഞ്ഞ ദിവസം വായിച്ചില്ല, അപ്പോൾ ഇന്ന് എൻ്റെ ഷിജുവിൻ്റെ കമൻറ്റ് വായിച്ചതിൽ വളരെയധികം സന്തോഷം. ഷിജു ഇങ്ങനെ തുടരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിജു നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യവുമാണ്. തിലകൻ, തൃപ്പൂണിത്തുറയിൽ നിന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ട തിലകൻ വന്നിരിക്കുന്നു. ഞാൻ അങ്ങ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. പല പ്രേക്ഷകരും ഇവിടെ കമൻറ്റ് അയക്കുന്നു. ഷിജു തന്നെ ഇപ്പോൾ ചോദിച്ചു തിലകൻ ചേട്ടൻ്റെ പാട്ട് എവിടെയെന്ന്. അപ്പോൾ ആളുകൾ കോൾ കട്ടായി. ഓക്കേ, ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. ഈ അങ്ങക്ക് ഈ തർക്കമൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി? അങ്ങ് ഈ സിനിമയൊക്കെ ധാരാളം കാണുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നമ്മളെ പരിപാടി അത് തന്നെയാണ്. ജോലി കഴിഞ്ഞാൽ പിന്നെ സിനിമ ജോലി. എന്തായാലും കൊള്ളാം, രസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് പറയണം, നമ്മളെ കടലിൽ നിന്നും ഇറങ്ങി കുളിക്കരുതെന്ന് പറയണം. ഈ വിവാദം പറഞ്ഞ വ്യക്തിയോട് പറയണം, വിവാദം പറഞ്ഞ അബ്ദുള്ളയോട് പറയണം, നമ്മളെ കടലിൽ നിന്നും അബദ്ധത്തിൽ ഇറങ്ങി കുളിച്ചളയല്ലേ, തിമിംഗലം വരെ ചത്തുപോകും. അത് ഒരു സംശയവും വേണ്ട. കാര്യം അതിൽ ഒരു തർക്കവും വേണ്ട. ഇന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ജീവിക്കുന്നതും പണിയെടുക്കുന്നതും സഹകരിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതും ഞങ്ങള് ഇവിടെ ജാതിയോ മതമോ ഞങ്ങൾക്ക് അങ്ങനെ സംഭവമേ അറിയില്ല.
ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ വന്ന് അവര് ഞങ്ങൾ അങ്ങോട്ട് പോയി ക്ഷണിച്ച് അവരെ കൊണ്ടുവന്ന് അവർക്ക് ഇരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തൊക്കെയാണ് ഞങ്ങൾ ആഹാരങ്ങളൊക്കെ വിളമ്പി കൊടുത്ത് സദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരെ വീട്ടില് പിന്നെ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന, അത് മാത്രമല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്കാണ്. അവരെയൊക്കെ കുറിച്ചൊക്കെ ഇത്തരം ഞാൻ ചോദിച്ചോട്ടെ, ഈ അബ്ദുള്ളയുടെ അടുത്ത് ചോദിര് മമ്മൂക്ക അവതരിപ്പിച്ച ഹിന്ദു പിന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി പേരിലൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കുന്ന പേര് പോയി. എന്തെല്ലാം നമ്മൾ കണ്ട് അന്തം വിട്ടു പോയിട്ടുള്ള ഹിന്ദു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ പിന്നെ സിനിമ എടുത്ത സംവിധായകരെ പേരിൽ ഇങ്ങനെ കേസ് കൊടുക്കുവോ? ഇങ്ങനെ അവാദം പറയുവോ? ഇനി പിന്നെ മമ്മൂക്ക അങ്ങനെയുള്ള ശരീരം മുഴുവനും പിന്നെ ചന്ദനക്കുറിയും ഇട്ട് കുടുംബയും വെച്ച് ഈ ലോകം മുഴുവനും കണ്ടതല്ലേ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അന്നൊന്നും ഇങ്ങനെയൊക്കെ പൊങ്ങിയില്ലേ? അങ്ങേർക്ക് അന്ന് അനക്കമല്ലായിരുന്ന ഇതുപോലുള്ള ദുഷ്ടശക്തികള് ഈ നാട്ടില് സത്യം പറഞ്ഞ ഈ നാടിന്റെ ശാപമാണ്. ഇന്നലെ മുതൽ ഞങ്ങൾ ഇത് കേട്ട സമയം മുതൽ ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും ഇതിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പേ, നമ്മുടെ പൊതുവേദി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കിടന്ന് എന്റെ മൊബൈൽ മൊത്തം നശിച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ പറയാണ്. എന്റെ കുടുംബം മുഴുവനും കൂടെ സപ്പോർട്ട് ചെയ്താണ് ഞാനിപ്പോ ഇത് സംസാരിക്കണത്. അത്ര വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാര്യം ഇതുപോലുള്ള ദുഷ്ടശക്തികൾ ഇനി ഈ നാട്ടിൽ വളരാൻ പാടില്ല. എന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇത്രയും കാലം ഞാൻ പൊതുവേദി സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യ വന്ന് പറയും മതി എന്ന് പറയും. അവള് പറയും ഇനിയും പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വ്യക്തികൾ ഈ നാടിന് ശാപമാണ്. ശരി, വളരെ നന്ദി. ഏതായാലും ഭാര്യയ്ക്കും ഒക്കെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുക. അവരെ നമ്മള് മറ്റാളുകൾ കൂടി ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഒറ്റ വാക്ക് കേട്ടാ. അതായത് ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഒരൊറ്റ വാക്ക് പറഞ്ഞോട്ടെ. വെയിറ്റ്, ഒറ്റ വാക്ക് വല്ലപ്പോഴല്ലേ കിട്ടുന്നുള്ളു. നിങ്ങളെ ഓഫീസിന്റെ താഴെ ഇരുന്നുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു വാക്ക് എനിക്ക് അങ്ങോട്ട് പോയി മേലോട്ട് കയറി വരാം കേട്ടാ. അതായത് നമ്മളെ തിരുവനന്തപുരത്താരും ദീപു പറഞ്ഞ് പിന്നെ BJP കൊടുക്കുന്ന കിറ്റിൽ വിഷം ഉണ്ടാകുന്ന ഇറക്കണമെന്ന് ദീപുവിനോട് പറ. ആ കിറ്റ് മൊത്തം ഒന്ന് നക്കി നോക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ശരി, നമ്മൾ വ്യക്തിപരമായ ഇതിലേക്ക് പോകണ്ട. ഓക്കെ, കഴിഞ്ഞു. പിന്നെ അത് തിലകൻ്റെ പാട്ട് മിസ്സായതിൽ നമ്മുടെ ഷിജു വളരെ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഫോൺ കണക്ട് ആയതാണ്, പക്ഷേ എന്തോ കട്ടായിപ്പോയി. ഓക്കെ, പക്ഷേ തിലകൻ ചേട്ടൻ എങ്ങോട്ടും പോയില്ല. നമുക്ക് ഇപ്പം തിരിച്ചു വരും. ജോസഫ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കറക്റ്റായി ഞാൻ വായിച്ചതിൽ താങ്ക്സ് പറയുന്നുണ്ട്. ജോസഫിനും എൻ്റെ ക്ഷമാപണം ഉണ്ട്. കാരണം ഞാനത് തെറ്റി വായിച്ചതാണ് പറ്റിയത്. അപ്പോൾ മുരളീധരൻ നായർ പറയുന്ന കമൻറ്റ് വായിക്കുമ്പോൾ റാൻഡം ആയിട്ടാണോ വായിക്കുന്നത്? അങ്ങനെയല്ല, ഞാനിത് പെട്ടെന്ന് കാണുന്നതിനനുസരിച്ച് വായിക്കുകയാണ് ശ്രീ മുരളീധരൻ നായർ. ഏതായാലും അങ്ങയുടെ കമൻറ്റ് ഞാൻ കണ്ടു, സന്തോഷം. ഉണ്ണികൃഷ്ണന് പിന്നെ ഒരു തംസപ്പ് തരുന്നു സുനിൽകുമാർ. ഒപ്പം പ്രദീപിന് വലിയ അഭിനന്ദനങ്ങൾ നമ്മുടെ രമേഷ് കുമാർ നൽകുന്നുണ്ട്. കാരണം വിയറ്റ്നാമിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം വിയറ്റ്നാമിലെത്തിയതിന് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടൻ പാട്ട് പാടണമെന്നുള്ള ആവശ്യം തുടരെ ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം മധു. യെസ്, ശ്രീ മധു, ഈ തർക്കവും വിവാദവും ഒക്കെ കേട്ടോ, എന്താണ് ശ്രീ മധുവിന് ഇത് തോന്നുന്നത്? ഇത് നമ്മളെ ഒരു നമസ്കാരം സാറേ, ഞാൻ ഈ കാര്യത്തിൽ കിടക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. സാറിന്റെ കോട്ടുകൾ ലേലം ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറയണേ. ഇത് എന്റെ അല്ല കേട്ടോ, ഈ കോട്ട് എന്റെ അല്ല. ഞാനിത് സാറേ, സാറിന്റെ കോട്ടുകളെ കുറിച്ചാണ് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. അതപ്പോ നമ്മുടെ നരേന്ദ്രമോദി കോട്ട് പോലെയൊക്കെ ലേലം ചെയ്ത പോലെ എപ്പോഴും ലേലം ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ ശ്രീ മധു, ഇതിൽ വളരെ രഹസ്യമായ ഒരു കാര്യമുണ്ട്. ഞാൻ ശ്രീ മധുവിനോടും കൂടി അത് പറയാം. എനിക്ക് മനസ്സിലായി സാറിന്റെ കുടവയറ് സാറിന്റെ കുടവയറ് പറിക്കാനുള്ള തന്ത്രോടൊക്കെ. എനിക്ക് കുടവയറില്ല, എങ്കിലും സാറിന്റെ കോട്ടാടുന്നവരെ എനിക്ക് ഇറങ്ങി നടക്കാമല്ലോ. അത് ശരി. അപ്പൊ മധു എങ്ങനെയാണ് വയറ് കുറയ്ക്കുന്നത്? എങ്ങനെ കഠിന വ്യായാമം ചെയ്തിട്ടാണോ? അത് ഞാൻ നമ്മുടെ നാടൻ എക്സസൈസ് ഉണ്ട് സാറേ. സൂര്യ മുഖത്ത് ബൈസെക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യും. പിന്നെ ആവശ്യമില്ലാതെ കുടിക്കില്ല, വെള്ളം കുടിക്കും, ആവശ്യമില്ലാതെ വെള്ളം കുടിക്കില്ല. ഭക്ഷണം അങ്ങനെയൊക്കെ തന്നെ സാറേ. നിയന്ത്രണങ്ങളിലൂടെയും എല്ലാ ദിവസവും സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? സൂര്യ നമസ്കാരം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല, ബാക്ക് ഭയങ്കര പ്രശ്നമായി. ഇടുപ്പൊക്കെ വയസ്സായില്ല സാറേ, പ്രായമായില്ലേ. അതെ, ഓക്കെ. ശരി. അപ്പൊ ശ്രീ മധു മൈറ്റൊക്കെ ചെയ്യും സാറേ. മൈറ്റൊക്കെ ഒരു 25 എണ്ണം 50 എണ്ണത്തിന്റെ ഒക്കെ അടുത്ത ദിവസം എടുക്കും. അതെവിടെയാണ്? വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണോ അതോ വല്ല കസർത്ത് കേന്ദ്രങ്ങളിലേക്ക് പോകും? വീട്ടിൽ തന്നെ. വീട്ടിൽ നമുക്ക് നല്ല അന്തരീക്ഷമുള്ള ഒരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. ശരി, ഓക്കെ, സന്തോഷം. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോഴേ
നമ്മുടെ ഇതുപോലുള്ള കുറച്ച് മതപണ്ഡിതന്മാർ ഇപ്പൊ 1-2 കുറച്ച് പേരൊക്കെ ഉള്ളൂ, 10 പേരൊക്കെ ഉള്ളൂ. അന്ന് മണാലിയിൽ പോയ സ്ത്രീയോടൊക്കെ അപമര്യാദ പറഞ്ഞ ഒരു വ്യക്തി, ഇപ്പൊ അബ്ദുള്ള കൂടത്തായി എന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടുതൽ പേര് വരണം എങ്കിൽ ഭാരതത്തിൽ വന്ന മാറ്റം കേരളത്തിൽ വരാൻ വളരെ എളുപ്പമാവും സാറേ. അതാണ് എനിക്കിപ്പോ പറയാനുള്ള കാര്യം. അത് ശരി, നിങ്ങൾ രാഷ്ട്രീയ നേട്ടം ഇത് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ. നമ്മളിത് അവസാനിപ്പിക്കാനല്ലേ നോക്കേണ്ടത് ശ്രീ മധു. അപ്പൊ അല്ല സാറേ, ഇവരെല്ലാം വന്നിട്ട് കൊടുക്കുന്നു സാറേ. ഇന്നിപ്പോ ഈ BJP ഇത്ര ഉന്നതിയിലെത്തി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയല്ലേ. കാശ്മീരിലെ തീവ്രവാദം, മറ്റുള്ള തീവ്രവാദം, പക്ഷെ എല്ലാവിടത്തെ തീവ്രവാദവും കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. എല്ലാത്തിനും വളമിച്ചു. അപ്പൊ ഇതുപോലെ ഇനി എനിക്ക് പറയാം, ഈ മതപണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി കുറച്ച് കൂടുതൽ മതപണ്ഡിതന്മാർ വരണം, ഇതുപോലെ പ്രസംഗിക്കണം, ഇതിനെക്കാളും കൂടുതൽ പ്രസംഗിക്കണം. യെസ്, വ്യക്തമാണ്. ഏതായാലും ശ്രീ മധു നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേരുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത് അദ്ദേഹം ഇപ്പോഴും വ്യായാമമൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം. കാരണം ഒരു വ്യായാമം കുറച്ച് കാലമായി ഞാൻ ചെയ്യാറില്ല, മടി കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് അനുമോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ബൈടെക്കും സൂര്യ നമസ്കാരവും ഒക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. കൃഷ്ണദാസ് രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ വിമർശിക്കുന്നുണ്ട്. രഹസ്യമായി പോയി ചെയ്യണമെന്ന് രാധാകൃഷ്ണൻ ചാത്തന്നൂർ പറഞ്ഞ് ശരിയായില്ല എന്ന നിലപാടാണ് തോന്നുന്നു കൃഷ്ണദാസിനുള്ളത്. അപ്പോൾ ജാഗ്രത കുറവ് വന്നത് അത് പരസ്യമായതിലാണ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഓക്കെ, വിഷ്ണു നാരായണൻ പറയുന്നു അമ്മയെ തല്ലിയാൽ പെട്ടെന്ന് പ്രസിദ്ധനാകാൻ അബ്ദുള്ള ആ വഴിക്കാണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, മനുവിൻ്റെ കോട്ടിന് എന്ത് വില എന്ന് ചോദിക്കുന്നു. എന്ത് വില എന്ന് ഉദ്ദേശിക്കും. ലുലു മാൾ വെച്ചാൽ ഓക്കെ വില കിട്ടും. ഓക്കെ, നല്ല വില കിട്ടുമെന്നാണ് പറയുന്നത്. ഷിജു, ഈ കോട്ട എൻ്റെ അല്ല, ഇത് വിറ്റാൽ ഞാൻ വലിയ അപകടത്തിലാണ്. ഇത് ഈ ഓഫീസിൻ്റെ കോട്ടാണ്, മറ്റു പലരും ഇത് എടുക്കാറുണ്ടാവും അതൊക്കെ കഴിയുന്നതിന് ശേഷം. അപ്പോൾ അത് എനിക്ക് കൊണ്ടുപോയി ഇത് വിൽക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ മോഹൻദാസ്, ശ്രീ മോഹൻദാസ് ആലത്തൂർ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ മോഹൻദാസ്, കുറേ ആയി നമ്മൾ വീണ്ടും ഒരു ബ്രേക്ക് വന്നല്ലേ സംസാരിച്ചിട്ട്, അത് നമ്മൾ ഇല്ലേ കുറച്ച് ദിവസങ്ങളായി. ഞാൻ തിലകന്റെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു, വെറുതെ മനസ്സിൽ തടഞ്ഞു വച്ചു. വാവ്, മോഹൻദാസ് ആലത്തൂർ ഒരു പാട്ടുകാരനാണെന്ന് ഇന്ന് വരെ ഇത്രയും കാലം നമ്മൾ സംസാരിച്ചിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കീബോർഡിസ്റ്റ് ആണ്, കീബോർഡിസ്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീബോർഡിസ്റ്റ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പാട്ടുകാരനാണെന്ന് ഓർത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്കിതിനിടയിൽ മുമ്പേ ഞാൻ ചോദിച്ചതിന് ഒരു പാട്ട് പാടാമോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞാൻ വായിച്ച് പാടി കേൾക്കുന്നുണ്ട്. ഇനി പാടാം നമ്മുടെ പൊതുവേദിയല്ലേ, നമ്മുടെ മനുവല്ലേ, പിന്നെന്ത് സംശയം. ഞാൻ ധൈര്യത്തിൽ പാടിയത്. ആങ്കർ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ചന്ദനമണി ആ സാധനം പാടിയിരുന്നു. കൊറേ പിന്നെ വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് പലരും ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ പാട്ട്. നമുക്കിപ്പോ വലിയ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോഴേ ഇടയ്ക്കൊരു അതിനിടയിൽ ഒരു ക്രീം ബിറ്റ്വീൻ കേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഒരു ഏകനായിട്ടുള്ള ജീവിതമാണ്, എനിക്ക് സംഗീതമാണ് എന്റെ കൂട്ട്. അത് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. എന്റെ അത് പോട്ടെ, അത് അതിന്റെ പേഴ്സണലായി പോയി, ഞാൻ വേണ്ട. നമ്മുടെ പൊതുവേദിയല്ല, അതുകൊണ്ട് തുറന്നു പറയണം. പിന്നെ ഈ കാര്യത്തിലേക്ക് വരുമ്പോ ഇന്നാള് ഗുരുവായൂര് അമ്പലത്തില് നമ്മുടെ ദാസേട്ടന്റെ, അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ദാസേട്ടന് ഞാൻ നേരിട്ട് കച്ചേരിയുടെ ഒരുപാട് കേട്ടാളാണ്. ചെമ്പൈ നമ്മുടെ അടുത്താണല്ലോ. അപ്പോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഒരു വിവാദമാക്കി, ഒരു കാര്യമില്ലാതെ. ഇന്നിപ്പോ പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് വിവാദങ്ങൾ മുഴുവൻ വരുന്നത്. ഇതിപ്പോ മോഹൻലാൽ പുറത്തു വിട്ടൊന്നുമല്ല. സത്യം ആരോ പറഞ്ഞിട്ട് മോഹൻലാൽ പുറത്തു വിട്ടു, അതൊന്നുമല്ല. മോഹൻലാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തിരിക്കുന്നത് ദേവസ്വത്തിലെ ആരോ ഒരാളാണെന്ന് തോന്നുന്നു. അപ്പൊ അവരും പറയുന്നത് അല്ല, ഞങ്ങളല്ല എന്ന് അവരും പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ് മോഹൻലാൽ അങ്ങനെ ആരോപിച്ചെന്ന് പറയുന്നത്. ഏതായാലും ശ്രീ അങ്ങക്ക് ശ്രീ മോഹൻദാസ് അങ്ങയുടെ പാട്ട് കലക്കി എന്ന് പറഞ്ഞപ്പോ കമന്റ് വരാൻ തുടങ്ങി കേട്ടോ. സുനിമോളൊക്കെ പറയുന്നു നല്ല പാട്ട് എന്ന് പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു തിലകന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്ത മോഹൻദാൻ ചേട്ടന് അഭിനന്ദനങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആശംസകൾ ഉണ്ട്, ഗംഭീരമായി എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, സന്തോഷം. മനുള്ളത് പാടാൻ സാധിച്ചത് എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ഇതാണ്. കാരണം വയസ്സ് 76 ഇപ്പോ 76 76ന്റെ ചെറുപ്പം
76 ചെറുപ്പം എന്ന് പറയാൻ താങ്ക് യു എന്നെ പ്രൊമോട്ട് ചെയ്തതിനും മനുവിന് ഞാൻ ഇനി എന്താ പറയാ, ഞാൻ മനുവിന് പോഴ്ത്തിയാലേ അത് അല്ല ഇവിടുന്ന് കണ്ടില്ലേ, വേറെ ഇവിടുന്ന് ഹരിയാനയിൽ ഒരാൾ നാരായണൻ നായർ പോഴ്ത്തി. അതെ, എന്റെ മനസ്സാണ് അവിടെ എത്തിയിരിക്കുന്നത്, എന്റെ മനസ്സാണ്. ഏതായാലും താങ്ക് യു സോ മച്ച്. പൊതുവേദിയിൽ ഇന്നും ശ്രീ മോഹൻദാസ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. സൈനുദാസൻ എന്നൊരു പ്രേക്ഷകനുണ്ട്, നമ്മുടെ കോഴിക്കോടുകാരനാണ്. അദ്ദേഹം പേരുകൊണ്ട് വ്യത്യസ്തനാണ്, ഒപ്പം അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും അദ്ദേഹം വ്യത്യസ്തനാണ്. അപ്പൊ സൈനുദാസൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ സൈനുദാസൻ സാർ, നമസ്കാരം സാർ. നമസ്കാരം. അങ്ങ് വ്യത്യസ്തനാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. സാർ, മമ്മൂക്കായും ലാലേട്ടനും സിനിമയും ഇതെല്ലാം വന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളെ ഏറ്റവും സന്തോഷം തരുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് മതമൊന്നുമില്ല, കേട്ടില്ലേ? അവര് മതം ഇല്ലെങ്കിൽ കൂടിയിട്ട് അവർക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമാ തിയേറ്ററിലും 7 വർഷക്കാലം സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ ഈ ഫാൻസ്, മോഹൻലാലേട്ടന്റെ ഫാൻസ് ഇവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ കൂടി അവരോട് നേരം വെളുക്കുന്നവരെ അവിടെ ഫ്ലെക്സ് കെട്ടാനും മറ്റു തോരണങ്ങൾ തൂക്കാനും ബാക്കി അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യാനും വേണ്ടിയിട്ട് കോഴിക്കോട് അപ്സര തിയേറ്ററിൽ 7 വർഷക്കാലം ഞാൻ ജോലി ചെയ്ത ആളാണ്. അപ്പൊ മമ്മൂക്ക സമയത്തിന് പള്ളിയിൽ പോകുന്ന ഒരാളാണ്, അതും എനിക്കറിയാം. കാരണം ഷൂട്ടിംഗ് വിഷയമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. നമ്മൾക്ക് മതമല്ല വേണ്ടത്, നമ്മൾക്ക് സ്നേഹമാണ്. ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു പാത്രത്തിൽ സാർ എല്ലാ മതക്കാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നാം വർക്ക് ചെയ്യുക, നമ്മുടെ നാടിനെ നന്നാക്കുക, നമ്മളെല്ലാവരും സഹോദര നല്ല സന്തോഷമായിട്ട്. സൈനുദാസൻ ചൂണ്ടിക്കാണിച്ച ആ ഒരു സൈനികരുടെ മാതൃക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ നാടിന് വേണ്ടി പോരാടുന്ന സൈനികർ അവർ ഇതൊന്നും നോക്കാതെ, ജാതി മത ദേശവ്യത്യാസങ്ങൾ നോക്കാതെ അവർ സുരക്ഷയ്ക്കായി പോരാടുന്നവരുടെ ആ ത്യാഗമാണ് സത്യത്തിൽ നമ്മളെപ്പോലുള്ളവർ ഇവിടെ ആസ്വദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാണ്. സൈനുദാസൻ ചൂണ്ടിക്കാണിച്ച വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഒരു സൈനികനാണെന്നും കൂടി പറയുമ്പോൾ അങ്ങേയറ്റത്തെ അഭിമാനമാണ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. ഹരിദാസ് എന്ന ഒരു പ്രേക്ഷകൻ കൂടി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹരിദാസ്. ഹലോ. യെസ്, കേൾക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മളെ എത്രയോ സുഹൃത്തുക്കൾ മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ശബരിമലയിൽ പോകുന്നുണ്ട്. അതെ. നമ്മൾ തന്നെ പോകുമ്പോൾ അവിടെ പള്ളിയിൽ പോയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാ പോകുന്നത്. ഇതിലൊന്നും ആർക്കും ഒരു വിഷമമില്ലാത്ത കാര്യമാണ്. ഈ അബ്ദുള്ളയുടെയും ഈ നാസർ ഫൈസയുടെയും മനസ്സിലിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ പ്രശ്നത്തിൽ പറയാതിരിക്കുകയാണ്. അവർക്ക് മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇത് അവരുടെ ഒരു രാജ്യം 2047 ആകുമ്പോഴേക്ക് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന് ചിന്തിച്ച് നടക്കുന്ന 2 പാർട്ടിക്കാരെ ഇവരൊക്കെ. ഹലോ. യെസ്, കേൾക്കുന്നു. ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഷാജി ഭാസ്കരൻ എനിക്ക് യൂട്യൂബിൽ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നു. മധുവിൻ്റെ പ്രതികരണം, മധു എന്നൊരു നമ്മുടെ പാലക്കാടിലെ സ്ഥിരം പ്രേക്ഷകനാണ്. ആ പ്രതികരണത്തിനോടുള്ള വിയോജിപ്പാണ്. കാരണം മധു പറഞ്ഞല്ലോ ഇവിടെ പെട്ടെന്ന് BJP വരും, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ സാഹചര്യം വരും എന്ന്. അപ്പോൾ അത് അദ്ദേഹം ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു അബ്ദുള്ളയെ പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് നമ്മുടെ വിളിക്കുകയാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയ, ചേച്ചിക്ക് സാധാരണ ഞാനുള്ളപ്പോൾ വിളിച്ചിട്ട് കിട്ടാറില്ല അല്ലേ പലപ്പോഴും? നമസ്കാരം മനു. നമസ്കാരം. മനു എത്ര പ്രാവശ്യം വിളിക്കുന്നു? ഇന്നിപ്പോ 4 മണി മുതൽ വിളിക്കുക, 4:50 ഇതെന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇത്രയും ആൾക്കാരുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ലല്ലോ. മോഹൻലാൽ മമ്മൂട്ടിയാകുമ്പോ 1 മണിക്കൂർ ആക്കിയിട്ടും ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പുള്ളി വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഇന്നലെ ഞാൻ വിളിച്ചു, കിട്ടിയില്ല. ഇന്നലെ മറ്റേ അദ്ദേഹമായിരുന്നു, കിരൺ ബാബു ആയിരുന്നു. പിന്നെ ഇന്നിപ്പോ മനു വന്ന് ഞാൻ 4 മണി മുതൽ ശ്രമിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ക്യാപ്ഷൻ മമ്മൂട്ടി മതനിയമം ലംഘിച്ചോ, അദ്ദേഹം അസുഖമായിട്ട് കിടക്കുന്ന ആ ഒരു ക്യാപ്ഷൻ ശരിയായില്ല മനു. അദ്ദേഹം എന്ത് നിയമം ലംഘിച്ചെന്നാ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് മമ്മൂട്ടി ഇവിടെ ഈ മമ്മൂട്ടിയെ വിമർശിക്കുന്ന അബ്ദുള്ള പറഞ്ഞൊരു കാര്യം, മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണെങ്കിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു, അപ്പൊ അദ്ദേഹം തൗബ ചൊല്ലി മാപ്പ് പറയണം, അദ്ദേഹം മതനിയമങ്ങൾ ലംഘിച്ചു. മാപ്പ് പറയേണ്ടുന്ന ഒരു വിഷയവും അതിനകത്തില്ല. അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്, മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അതില് അബ്ദുള്ള കയറി തലയിടേണ്ട കാര്യമേ ഇല്ല.
അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് സുഖമില്ലാതെ വന്നപ്പോ നമ്മളൊക്കെ എത്രയോ പേർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിൽ ലീവിന് വരുമ്പോ അവിടെ ഉള്ള അറബികളെല്ലാം പറഞ്ഞു വിടുമല്ലോ നമ്മളടുത്ത്. അമ്പലത്തിൽ പോകുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടെ പ്രാർത്ഥിക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ അറബികള്. അപ്പൊ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് പറയുന്നത്. അവര് സൗദിയിൽ പോകുമ്പം വെള്ളം കൊണ്ടുതരും. സംസം വെള്ളം എന്ന് പറഞ്ഞൊരു അവിടുത്തെ പുണ്യ തീർത്ഥമാണ്. നമുക്കും കൊണ്ടു തരും. അത് അസുഖമൊക്കെ ആവുമ്പോ അത് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നടത്തുന്ന, അതില് ആവശ്യമില്ലാത്ത ആൾക്കാർ കയറി തലയിടുന്നതൊക്കെ വെറുതെ ആണ്. അത് കുറച്ചു ദിവസം ഇവരിങ്ങനെ സംസാരിച്ചിട്ട് അതങ്ങ് നിർത്തും. അത്രേ ഉള്ളൂ മനു. അതാണ് എന്റെ. പക്ഷെ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമോ? ഇപ്പൊ സ്വാഭാവികമായും ഒരു മതവിശ്വാസത്തെ ശക്തമായി മുന്നേറുന്ന ഒരാൾക്ക് ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശം നൽകുമോ, ഇങ്ങനെയുള്ള മതപണ്ഡിതന്മാരുടെ പ്രയോഗങ്ങൾ? അല്ല, ഇവരെ മതപണ്ഡിതന്മാരൊന്നും അവരുടെ ആൾക്കാർ പോലും ഉറപ്പിച്ചിട്ടില്ലല്ലോ മനു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രം ഓർത്ത് ആ തത്വം ഓർത്താൽ മുമ്പോട്ട് പോയാൽ മതി മനു. ഏതായാലും കുറെ ദിവസങ്ങൾ കൊണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേച്ചി ഇനി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. വിളിക്കുന്നുണ്ട്, കിട്ടാത്തത് കൊണ്ടാ. കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുകയും ചെയ്യാം. എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചെങ്കിൽ അതപ്പം പറയുകയും ചെയ്യാം. ഓക്കെ. ഏതായാലും ശ്രീമതി ജയ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. പൊതുവേദിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതാണ്. ഭർത്താവിൻ്റെ സഹായത്തോടുകൂടി തുടരെ വിളിച്ചിട്ടും 50 മിനിറ്റ് എടുത്തു കിട്ടാനെന്നാണ് പറയുന്നത്. പല പ്രേക്ഷകരും ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും പല ആളുകൾക്ക് അവസരങ്ങൾ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഓക്കെ. ഷാനൂർ നമ്മുടെ കൊല്ലത്ത് നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഷാനൂർ. മനുജി നമസ്കാരം. സമയമില്ലെന്നറിയാം. അല്ല, പിന്നെ ഇപ്പൊ എന്താണ് പ്രശ്നം? എന്തുവാണ് പ്രശ്നം? മമ്മൂട്ടി മോഹൻലാൽ എന്തോ പ്രശ്നം? അല്ല, മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ പൂജ നടത്തി. അത് മതപരമായി തെറ്റാണ് എന്ന് അബ്ദുള്ള പറയുന്നു. അതിനെ നാസർ ഫൈസി കൂടത്തായി പിന്താങ്ങുന്നു. ഏകദൈവ വിശ്വാസം. നാസർ ഫൈസിയും അബ്ദുള്ളയൊക്കെ ആരാ? ഇവരൊക്കെ ആരാ ഈ സമുദായത്തിന്റെ കാര്യം സംസാരിക്കാൻ? ഈ നാടെന്ന് പറഞ്ഞാൽ മതേതരത്തിന്റെ നാടാ. ചിലപ്പോ മമ്മൂട്ടിക്ക് സുഖമില്ലേ മോഹൻലാൽ പോകും, മോഹൻലാലിന് സുഖമില്ലേ മമ്മൂട്ടിക്ക് പോകും, അല്ലെ പിന്നെ നെവിൻ പോളിക്ക് സുഖമില്ലേ അടുത്ത ആൾ പോകും. ഇതേ ബഹുസ്വരതയുടെ നാടാ. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും പാഴ്സിയും മറാത്തിയും എല്ലാം ഇന്ത്യക്കാരനാ. നമ്മളെല്ലാം രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഈ അബ്ദുള്ളയോടും എന്തോ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് നാസർ ഫൈസി കൂടത്തായി ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം പോയി നോക്കിയാൽ മതി. മമ്മൂട്ടിക്ക് സുഖമില്ലാതെ വരുമ്പം മമ്മൂട്ടിയുടെ സുഹൃത്ത് പോയി 1-2 പൂജ നടത്തിയെന്നോ, അല്ലാതെ അദ്ദേഹത്തിന് അസുഖം മാറണമെങ്കിൽ ഇന്നടത്ത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ. അപ്പൊ മനു ആണെങ്കിൽ പറയത്തില്ല, മനുവിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അത് മുഹമ്മദ് ആവട്ടെ ജോർജ് ആവട്ടെ. ഞാൻ ഇപ്പൊ അതാണ് നമ്മുടെ മുഹമ്മദ് മഞ്ചേരി നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ വണ്ടി റിവേഴ്സ് എന്താ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു. അപ്പൊ ഞാൻ ഒരു ദിവസം മുഹമ്മദ് മഞ്ചേരിയോട് പറഞ്ഞു ഞാൻ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. അപ്പൊ ഞാൻ ഇന്ന് മുഹമ്മദ് മഞ്ചേരി വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു, അന്ന് ഞാനിങ്ങനെ പറഞ്ഞതിപ്പോ വലിയ വിവാദമായി പോകുമെന്ന് ഞാൻ ചോദിക്കായിരുന്നു. ഞാനൊരു കാര്യം പറയാം. മനു, ഒരൊറ്റ കാര്യം പറയാ. നമ്മളുടെ നാട്ടിൽ ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ അപ്പൊ പറയുന്നത് മുഹമ്മദിന്റെ ബ്ലഡ് വേണ്ടെന്നോ അല്ലെങ്കിൽ കിഷോറിന്റെ ബ്ലഡ് വേണ്ടെന്നോ. എല്ലാവരും മനുഷ്യർ. ഒരു കാര്യം ഞാൻ പറയാം, മത നേതാക്കന്മാര് അവരവരുടെ കാര്യം നോക്കിയാൽ മതി. കുടുംബത്തില ഈ മമ്മൂട്ടിയെ കേരളത്തിന്റെ സ്വത്താ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വത്താ. മോഹൻലാൽ കേരളത്തിൽ, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മോഹൻലാലോട് പല വിഷയങ്ങളിലും, പക്ഷെ അവർ കലാകാരൻ എന്നുള്ള നിലയിൽ അവർ ഈ നാടിന്റെ സ്വത്താ കലാകാരന്മാര്. അവരുടെ പേരിൽ ഈ മതചിന്തകൾ വെച്ച് അവരമ്പലത്തിൽ പോയി ഓരോരുത്തർ അവരുടെ ഇഷ്ടക്കാർ അമ്പലത്തിൽ പൂജ നടത്തുമ്പോഴല്ലേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇതൊന്നും ഈ മത നേതാക്കന്മാർ നോക്കേണ്ട ഒരാവശ്യം. അതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. നമുക്ക് ഇനി ഒരു പരിപാടി അവസാനിക്കാറായി. പക്ഷേ എങ്കിലും ശ്രീ റഷീദ് കൊയിലാണ്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അദ്ദേഹത്തെ കൂടി കേൾക്കാം. നമ്മുടെ പൊതുവേദിക്ക് എപ്പോഴും കൃത്യമായ ഒരു സന്ദേശം നൽകുന്നയാളാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി. ശ്രീ റഷീദ്, താങ്കൾക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 2 നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടി. അവരുടെ താരനിശയിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ടാവും. അവരുടെ പരസ്പരമുള്ള ആ ഇടപെടലുകളും ഒക്കെ നമ്മൾ നേരിൽ കണ്ടവരാണ്. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് 100 ഇതാണ് പറയാൻ. അത്രമാത്രം. പക്ഷെ സമയപരിധി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയൊരു അനുഭവം പറയാം. എന്റെ മകളെ എന്റെ അടുത്ത വീട്ടിലെ ശ്യാമളക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്യാമളക്ക് അതുപോലെ തന്നെ ഷിനു മക്കളില്ലാത്ത
ആളായതുകൊണ്ട് തന്നെ എന്റെ മകളോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ അവളെ പരീക്ഷ എടുക്കുമ്പോൾ ഈ ശ്യാമള എണ്ണ വാങ്ങി അത് തിരികൊളുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കുട്ടി വിജയിക്കട്ടെ, എന്റെ മോൾ വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഞാൻ പറയും, എന്റെ മോളെ റിസൾട്ട് വന്നിട്ടുണ്ട്, എല്ലാത്തിനും A+ ഉണ്ട് എന്ന് പറയുന്ന നേരം അവരെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ കേരളം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ നാട് ഇന്ത്യ. അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാനും പോർവിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? പ്രത്യേകിച്ച് എതിരാളികളായിട്ട് ഇപ്പോഴും ഇതിന്റെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാൽ അത് വലിയ വിവാദമാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ കഴിയുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ എന്തിനാണ്? വ്യക്തമാണ് ശ്രീ റഷീദ്, താങ്കളുടെ ഇത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ ഞങ്ങളെ തൊടുന്ന ഒരു അനുഭവമാണ് താങ്കൾ പറഞ്ഞത്. ഒരു കുട്ടി ജയിക്കാൻ വേണ്ടി അയലത്തെ വീട്ടുകാരി അതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നു. അതാണ് നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം, ഇന്ത്യ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ മാതൃക. ഇത് മതേതരത്തിൻ്റെയും ബഹുസ്വരതയുടെയും നാനാത്വത്തിൻ്റെയും നാടാണ്. അതൊരിക്കൽ കൂടി ഈ നാടിന് ഓർക്കാനൊരു അവസരം മാത്രമാണ് ഈ വിവാദം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഈ വിവാദത്തിന് നമ്മളെ പിളർക്കാനോ ഭിന്നിക്കാനോ ആകില്ല. ഇന്നത്തെ പൊതുവേദി സമാപിക്കുന്നതിന് മുൻപ് നമ്മൾ യൂട്യൂബിൽ ചർച്ച ചെയ്തിരുന്ന ഈ വിഷയം അതിൻ്റെ പോളും കൂടി ഒന്ന് നോക്കാം. മമ്മൂട്ടി ഏകദൈവ വിശ്വാസം ലംഘിച്ചോ എന്ന് ചോദിക്കുമ്പോൾ 77% ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്ക് ഏകദൈവ നിയമങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന്. ഓക്കെ, നമുക്കൊപ്പം ഷീലയും അതുപോലെ തന്നെ മിസ് പ്രേമ രാജുവും ഒക്കെ ഗ്രേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ അഭിനന്ദനങ്ങളും എനിക്ക് തംസപ്പും ഒക്കെ അയക്കുന്നുണ്ട്. മിസ് പ്രേമ രാജുവിനും അതുപോലെ ഷീലയ്ക്കുമൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണണം. താങ്ക് യു സോ മച്ച്.